ബാറഖ്മോർ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം പ്രവാചകന് വന്നതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് നിന്റെ ദൈവീക വചനം അവിടുന്ന് വിത്തുകളായി വിതയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം ഏത് സാഹചര്യത്തിലായിരുന്നാലും, അത് പാറപ്പുറത്തെ അനുഭവത്തിലായിരുന്നാലും, വഴിയിലെ അനുഭവത്തിലായിരുന്നാലും, മുള്ളുകളുടെ ഇടയ്ക്കത്തെ അനുഭവത്തിലായിരുന്നാലും, നല്ല നിലം ആയിരുന്നാലും, നിന്റെ വിത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാകി അത് നിനക്ക് വേണ്ടി 30, 60, 100 മേനിയായി അനുഗ്രഹം ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങൾ ദൈവികരായി തീർന്ന് ഞങ്ങളുടെ യഥാർത്ഥ രൂപം, ക്രിസ്തുവിൻ്റെ രൂപം ഞങ്ങളിലൂടെ ലോകം കാണുവാൻ ഞങ്ങൾക്ക് ഈ നോമ്പുകാലം ഇടയാകണമേ. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും പോക്കണമേ. ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്നവരെ സന്ദർശിക്കണമേ. നിന്റെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി അവരെ തൊട്ട് സൗഖ്യമാക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയവരെ സ്വർഗീയ ഊർശലേമിൽ ആശ്വസിപ്പിക്കണമേ. ആയത് ദൈവമാതാവായ പരിശുദ്ധ മർത്തമറിയം അമ്മയുടെയും മോർ തോമാശ്ലീഹായുടെയും മോർ ഗീവർഗീസ് സഹദായുടെയും മോർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെയും പ്രത്യേകാൽ യോനാ നബിയുടെയും പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളെല്ലാവരും നിനക്കും എൻ്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. Once again, if I could humbly request that we all remain on mute so that we don't have to hear the conversations that's happening on the other end. Glory be to the Father, and to the Son, and to the Holy Spirit, one true God, now and always, forever and ever. Amen. May the words of my mouth and the meditations of my heart be pleasing unto you, O Lord, my rock and my redeemer. Amen. Christ is in our midst. He is and he shall be forever. ഇന്ന് നിനുവ നോമ്പിൻ്റെ ആദ്യത്തെ ദിവസത്തെ സമാപനത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. In theory, we are entering into day 2. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു that during this fast, that our spiritual life becomes more deeper and authentic. That our relationship with God, ourselves, and those around us become deeper and authentic. That we become the face of Christ in the world. ക്രിസ്തുവിൻ്റെ മുഖം, ലോകത്തിൽ ക്രിസ്തു സാന്നിധ്യം നാം ആയിത്തീരണം എന്നുള്ളതാണ് ഇന്നലെ ആമുഖമായി ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ധ്യാന ചിന്തയ്ക്കായിട്ട് എടുക്കാം. I ask that you please open to the book of Jonah, chapter 1 and 2. 1-ാം അധ്യായത്തിൽ നിന്നായിരിക്കും ഇന്നത്തെ പ്രധാന ചിന്താവിഷയങ്ങൾ എല്ലാം. ഇന്ന് നങ്കൂരവാചകമായി എടുത്തിരിക്കുന്നത് വീണ്ടും യോനാ പ്രവാചകൻ 2-ാം അധ്യായം 7-ാം വാക്യമാണ്. If I could have one volunteer read that in Malayalam.
unmute yourself, read it, and then mute yourself, please. യോന പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. എന്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. എന്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്ത് എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കൽ എത്തി. When my soul fainted within me, I remembered the Lord, and my prayer came to thee into thy holy temple. കർത്താവിലാൻ അനുഗ്രഹീതരെ, യോന പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം 3 കൂട്ടം ആൾക്കാരെയാണ് രക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നത്. In the story of Jonah, God saves 3 group of people. അതിൽ ഒന്നാമത്തേത് കപ്പലിൽ ഉണ്ടായിരുന്നവർ, the mariners. Second, Nineveh and the people of Nineveh. നിനുവ പട്ടണവും നിനുവ പട്ടണത്തിലെ അന്തേവാസികളും. 3, God saves the prophet Jonah himself. ഈ 3 കൂട്ടം ആൾക്കാരുടെ രക്ഷയ്ക്ക് it is God who initiates their salvation. ഈ 3 കൂട്ടരുടെയും രക്ഷയ്ക്ക് കാരണം, ആരംഭം ദൈവം തന്നെയാണ്. In all these 3 situations, God is the initiator. ഇവിടെയാണ് എനിക്കും നിങ്ങൾക്കും പ്രത്യാശയും സന്തോഷവും നൽകപ്പെടുന്നത്. It gives us great hope that the Lord is the one who seeks our salvation. നമ്മുടെ രക്ഷ അന്വേഷിക്കുന്ന ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. തിങ്കൾ സന്ധ്യാപ്രാർത്ഥനയുടെ ഒരു ഗീതത്തിലെ ഗദ്യം ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: In every way you seek the salvation of humankind. മനുഷ്യവർഗത്തിന്റെ രക്ഷ എല്ലാ തരത്തിലും ഒരു അന്വേഷിക്കുന്ന തുടക്കം എങ്ങനെയാണ്? Glory to you, O God, good and compassionate Lord. In every way you seek the salvation of humankind. കാരുണ്യവാനായ ദൈവമേ, മനുഷ്യജാതിയുടെ രക്ഷ സർവമായും ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. He is the beginner of all our relationships. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ തുടക്കവും വഴിയാത്രയും ലക്ഷ്യവും അതിൻ്റെ അന്തിമവും ദൈവം തന്നെയാണ്. He is the initiator. ഒന്നാമത്തെ കൂട്ടരെ നമുക്ക് ആദ്യം എടുക്കാം. The mariners, കപ്പലിൽ ഉണ്ടായിരുന്നവർ. നോയിക്കേ, 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, they were actually people from nations who were not thinking of God. ദൈവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവനുള്ള ദൈവമല്ലാതെ ഒരു അന്യ ദൈവങ്ങളെ ഒരുപക്ഷെ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നത്. They were people who were from nations that were not even thinking of God. But what happens to them? അവരുടെ കപ്പലിൽ അല്ലെങ്കിൽ കപ്പലിന് ഉണ്ടാകുന്ന അപായമാണ്, or the tempest
അല്ലെങ്കിൽ കടലിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റും അവരുടെ കപ്പൽ നശിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ദാറ്റ് ഡ്രൈവ്സ് ദം ടു പ്രേ. പ്രാർത്ഥിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ആരാണ് ഈ കൊടുങ്കാറ്റിന് കാരണം എന്നവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവർ അനുതപിക്കുന്നു, ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നു. അവർ ആവർത്തിച്ച് ദൈവത്തിന് ബലി അർപ്പിക്കുന്നതായിട്ട് നാം 1-ാം അധ്യായത്തിൽ കാണുകയും ചെയ്യുന്നു. ഇവിടെ God is the one who began the relationship with them. ദൈവത്തെ അറിയാത്ത ഒരു ജനത്തിനും താനുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് ദൈവമാണ്. God is the initiator. 2, the people of Nineveh. നിനിവയക്കാർ രക്ഷ പ്രാപിക്കണമെന്ന് ഒരിക്കലും ദൈവത്തോട് ആവശ്യപ്പെട്ടില്ല. They didn't ask to be saved. They were actually living in ignorance and sin. പാപത്തിലും അറിവില്ലായ്മയിലും ജീവിക്കുന്ന ഒരു ജനമായിരുന്നു നിനിവയിലെ ജനം. അവരൊന്നും അറിഞ്ഞില്ല. അവരുടെ പാപം, the greatness and the gravitas of their sin reaches God. അവരുടെ രക്ഷയ്ക്കും മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. He is the one who starts the relationship with them by sending Jonah. And when Jonah rejects the word of God, God sends him again. അങ്ങനെ Nineveh hears the preaching of Jonah and God saves them. യോനായുടെ പ്രസംഗം കേൾക്കുന്നു, ദൈവം അവരെ രക്ഷിക്കുന്നു. ഇവിടെയും God is the one who begins the work of salvation and makes it successful. അവരുടെ രക്ഷ, അവരുടെ അനുതാപത്തിലേക്കുള്ള അവരുടെ യാത്ര, അവരുടെ അനുതാപം സ്വീകാര്യയോഗ്യമാക്കിയത്, അതിന് കാരണവും ആരംഭവും ദൈവം തന്നെയാണ്. 3, the prophet Jonah himself. ഓർത്തു നോയിക്കേ, അല്ലെങ്കിൽ വായിച്ചു നോയിക്കേ. The word of God came to Jonah, the son of Amittai. ആമിത്തായുടെ മകനായ യോനായ്ക്ക് ദൈവവചനം ഉണ്ടായി എന്നാണ് 1-ാം വാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. But here Jonah did not really want to go where God intended him to go. അതുകൊണ്ടാണ് he paid money and went somewhere else. അവന് ഉണ്ടായിരുന്ന പണം ചെലവാക്കി അവന്റെ മാർഗം അവൻ തിരിക്കുന്നു. അവിടെയും ദൈവമാണ് initiates a reconciliation with Jonah. ദൈവത്തിന് മുഖം തിരിച്ചുവെങ്കിലും ദൈവത്തിങ്കിലേക്ക് മുഖം തിരിപ്പിക്കുന്നതും ദൈവമാണ്. That is how Jonah is saved. This is the way of God. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ഇതാണ് ദൈവത്തിൻ്റെ വഴി. ആദ്യം മുതൽ ദൈവം മനുഷ്യനുമായി ഇടപെടുന്നത് വേദപുസ്തകം മുഴുവനും it is not about man's search for God. It is truly about God's searching for man. വേദപുസ്തകം മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതിലല്ല, ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നതിൻ്റെ ചരിത്രമാണ്. ദൈവം മനുഷ്യരുടെ ഇടയിൽ ഇടപെട്ടതിൻ്റെ ചരിത്രമാണ് വേദപുസ്തകം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്,
വചനം ജഡമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. പാർത്തു എന്നാണ് മലയാളത്തിൽ. ഗ്രീക്കിൽ എസ്കനോസെൻ എന്നുള്ള പദം ടു പിച്ച് എ ടെന്റ്, കൂടാരമടിച്ചു. ആഗേൻ എന്നുള്ള സുറിയാനി പദം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന് പറഞ്ഞാൽ God is so moved by us that he wants to come and dwell with us, in us, amongst us. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ കാണുന്നത്. ഞാൻ മനുഷ്യനാണ്, എന്നെ കൊണ്ട് എന്ത് പ്രയോജനം എന്ന് മനുഷ്യൻ പറയുമ്പോൾ ദൈവം മനുഷ്യനെ സാധ്യതയായിട്ടാണ്. God sees human beings as possibilities. അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവസരങ്ങളാണ് നാം ഓരോരുത്തരും. We are possibilities for God. നമ്മുടെ ജീവിതയാത്ര അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ദൈവമേ, ഞാൻ നിനക്ക് എങ്ങനെ സാധ്യമാകും? How do I become a possibility for you? കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ കന്യകമറിയാം അവിടെ ദൈവത്തിന് അവസരമാകുകയാണ്. ഞാൻ ആരെ അയക്കേണ്ടു? യഹോവേ, എന്നെ അയക്കണമേ എന്ന് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ അവിടെ അവൻ സാധ്യമാകുകയാണ്. Many a times നമ്മൾ പലപ്പോഴും ഞാൻ വെറും മനുഷ്യനാ, എന്നെ കൊണ്ട് എന്ത് സാധിക്കും എന്ന് പറയുന്നിടത്ത് ദൈവം മനുഷ്യനെ സാധ്യതയായിട്ടാണ് കാണുന്നത്. നോയിക്കേ, in the case of Adam, did Adam go and apologize for violating the divine commandments? Or did he ask for forgiveness or said that he wants to find salvation? He didn't. Adam hid from God's face. ദൈവത്തിന്റെ മുഖത്തിൽ നിന്ന് അവൻ അവനെ തന്നെ മറച്ചു. അവിടെയും ദൈവം, God initiates. And when he finds Adam, he talks to him until he confesses his mistake. So God is the one who is the initiator. He is the one who seeks our salvation. He is the beginner of all our relationship with him. പക്ഷേ ഇവിടെ നമുക്ക് പ്രത്യാശ നൽകുന്നുവെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. This gives us hope that even if we don't do, God will still want a relationship with us. But the most important thing is not to relax, saying that the Lord will start. ദൈവം ആരംഭിച്ചോളുമല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യണ്ട എന്നിരിക്കാനല്ല. പിന്നെയോ, it is important to begin when it is important to respond when God begins the work in us. ദൈവം നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അതിനോട് ഒന്ന് റെസ്പോണ്ട് ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടത്തൊന്ന് എഴുന്നേൽക്കുവാൻ. രാത്രി നമസ്കാരത്തിലെ ഒരു ഗീതമാണ്, ആത്മാവേ നീ സ്തുതിയേക്കാൾ നിദ്രയെ എന്തേ സ്നേഹിപ്പു, വ്യർത്ഥത നിറയും മോഹങ്ങളിൽ എന്തിനു മുഴുകി കഴിയുന്നു. ഉണരുക, ദൈവത്തിന് സ്തുതി അർപ്പിക്കുക എന്ന് രാത്രി നമസ്കാരത്തിലെ ഗീതമുണ്ട്. അതുപോലെ തന്നെയാണ് പാപി ഉണരുക നീ അനുതാപത്തിനായി. ആത്മാവിനെ വിളിച്ചുണർത്തുന്ന അനേകം പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഉണ്ട്. അത് is our response to what God has done in our life. ദൈവം
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തതിനോട് നമ്മൾ our response, ദൈവം നമ്മളിലേക്ക് വരുന്നത് എപ്പോഴും ക്ഷണം നൽകിക്കൊണ്ടാണ്. ഇറ്റ് ഇസ് an invitation. നമ്മളായിരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, ഡ്രീമിങ് ആൻഡ് സെർച്ചിങ്, when God comes to us, when the word of God comes to us, യോനായെ പോലെ മുഖം തിരിച്ചോടാതെ we need to run towards God. കാരണം വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഏവർക്കും സുപരിചിതമാണല്ലോ. Behold, I stand at the door and knock. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് വന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നവനോടൊപ്പം. Meaning, God will knock, but it is our responsibility to open the door so that God can come and be with us. അത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. He is the beginner, the one who seeks our salvation, but we should respond. അതിൽ ഈ നോമ്പ് നമുക്ക് ഒരു അവസരം ഒരുക്കി തരണം. പലപ്പോഴും നാം ആലോചിക്കാറുണ്ട് അല്ലേ, സഭാ അനുഷ്ഠാനം അനുസരിച്ച് ഏറ്റവും ചെറിയ നോമ്പാണ് 3 നോമ്പ്. ഏറ്റവും ചെറിയ നോമ്പാണ് 3 നോമ്പ്. 3 ദിവസമേ ഉള്ളൂ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച പ്രഭാതത്തോടെ കുർബാനയോടുകൂടി നോമ്പ് അവസാനിക്കുകയാണ്. യോനാ പ്രവാചകന്റെ പെരുന്നാളും നോമ്പിനോട് വിട പറയുകയുമാണ്. അതിനുശേഷം 18 ദിവസം കഴിഞ്ഞാൽ വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. So in fact, the life of Jonah and the 3-day fast is a prelude to the great Lent. വലിയ നോമ്പിലേക്കുള്ള പ്രവേശന ഒരുക്കമാണ് ഈ 3 നോമ്പും യോനാ പ്രവാചകന്റെ ജീവിതവും അല്ലേ. Those of you who are those who like music will know what a prelude is. അതിന് മുന്നോടിയാണ്. 3 കാര്യങ്ങളുടെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കാം. 1-ാം അധ്യായത്തിൽ നിന്ന് 3 വളരെ ഏവർക്കും സുപരിചിതമായ 3 ചിന്താവിഷയം. 1, പ്രവാചകൻ ആയിരുന്നിട്ടും ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ചവനാണ് യോന. പ്രിയമുള്ളവരെ, ഇത് നമുക്ക് ഒരു പാഠമായിരിക്കണം. Prophets are not of a different nature. They are actually human beings. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, with a nature like ours. നമ്മളെ പോലെ കുറവുള്ളതും ബലഹീനതയും വീഴുവാൻ സാധ്യതയുള്ളവരാണ് പ്രവാചകന്മാർ. ഇത് ഒരു ഉദാഹരണമാണ് ഇവിടെ. ഇത് നമുക്ക് ഒരു സന്ദേശം നൽകണം. Many a times we think that we are unlikely to be tempted. നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. We become self-righteous. നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, നിക്കോദിമോസും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, നിക്കോദിമോസ് വിശ്വസ്തനായിരുന്നു, നിക്കോദിമോസ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവനായിരുന്നു, പക്ഷെ എന്നിട്ടും അവൻ ക്രിസ്തു ആര് എന്ന് അറിഞ്ഞില്ല. പിന്നീട് യോഹന്നാൻ ശ്ലീഹായുടെ 19-ാം അധ്യായത്തിൽ മാറ്റം സംഭവിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. But here it is very important for us that even if we pray, even if we fast, even if we observe all the Lents, even if we are actively involved in church, even if we are clergy, വീഴ്ചകൾ സംഭവിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിരന്തരമായി ഉണർന്നിരിക്കണം. Be always aware that there is a possibility for us to fall down any moment. ഞാൻ പറയുന്നത്
ശാരീരികമായി വീഴുന്നതല്ല, ആത്മീകമായി വീഴ്ചയ്ക്ക് നമുക്ക് അനേകം കാരണങ്ങളുണ്ട്. It could be anything. It could be our anger. It could be our greed. It could be our selfishness. It could be our self-righteousness. അത് ഒത്തിരി കാരണമാവാം. വിദ്വേഷമാകാം, പകയാകാം, നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതാവാം, മറ്റുള്ളവരോട് ഒരിക്കലും നന്മ കാണിക്കുവാൻ പറ്റാത്ത സാധ്യതയാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വളർച്ചയിൽ ഒരിക്കലും സന്തോഷം കണ്ടെത്താവുന്നവരാകാം. അങ്ങനെയുള്ള അനേകം കുറവുകൾ നമുക്കുണ്ട്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര നോമ്പ് നോക്കിയാലും, എത്ര ഉപവസിച്ചാലും നമ്മളിൽ സൽഗുണങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ അനുഷ്ഠാനങ്ങളും വ്യർത്ഥമായി പോകും, ശൂന്യമായി പോകും. വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് നോട്ട് ഈറ്റിംഗ്? മഹാപരിശുദ്ധനായ മോർ ബാസേലിയോസ് ചോദിക്കുന്നുണ്ട്, എന്തു പ്രയോജനം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, പക്ഷേ നാവുകൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ചിന്ത കൊണ്ട് നിന്റെ സഹോദരനെയും സഹോദരിയെയും നീ ചിതറിക്കുന്നില്ലേ? You devour your brothers and sisters with your eyes, with your words, with your thoughts, even when you don't eat meat എന്ന് പരിശുദ്ധ ബസേലിയോസ് പറയുന്നുണ്ട്. ഈ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ നോമ്പ് ഉപവാസം എന്ന് പറയുമ്പം ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. എൻ്റെ ഒരു അനാലിസിസിൽ നോമ്പിലാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് വി ഫൈൻഡ് അതർ മീൻസ്. ചിലപ്പോൾ നമുക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റത്തില്ലായിരിക്കാം, പക്ഷെ അതിനു പകരം നേരത്തെ ഒരു കറി മതിയായിരുന്നു, പക്ഷേ ഈ നോമ്പ് സമയത്ത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് we try and make it defeats the purpose. Keep it simple, but let our eyes fast, let our ears fast, let our tongues fast, let our minds fast, let our hearts fast. ആ ഒരു ഉപവാസവും നോമ്പും നമുക്ക് ചെയ്യുവാൻ സാധ്യമാകുമോ? പ്രവാചകനായിരുന്നിട്ടും ദൈവവചനത്തിൽ നിന്ന് തിരിഞ്ഞു. നമ്മൾ എത്ര ശ്രേഷ്ഠരാണെങ്കിലും വീഴ്ച സംഭവിക്കുവാൻ പെട്ടെന്ന് മതി. കാരണം the devil is there around us to നമ്മുടെ വീഴ്ചയ്ക്ക് നോക്കി നിൽക്കുകയാണ്. നമ്മളെപ്പം വീഴുവാൻ, അല്ലെങ്കിൽ എവിടെ നമുക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടോ, ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് the evil one. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിപ്പിൻ. ദൈവമേ, നിന്റെ വചനം പലപ്പോഴും ഞങ്ങൾക്ക് വരുന്നു. ആരാധന സംബന്ധമായി, പ്രസംഗം വഴിയായി, ഞങ്ങൾ വായിക്കുന്ന വഴിയായി നിന്റെ വചനം ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ മുഖം തിരിഞ്ഞു പോകുന്നല്ലോ. മെനി എ ടൈംസ് അല്ലേ, ആരാധനയിൽ, പ്രസംഗങ്ങളിൽ, നമ്മൾ വായിക്കുന്നതിൽ ദൈവവചനം വരുന്നു. യോനായെ പോലെ എത്രയോ സന്ദർഭങ്ങളിൽ we turn our face away from the word of God. പ്രവാചകന് വീഴ്ച സംഭവിച്ചാൽ നമുക്കും സംഭവിക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പി. 2, യോന പ്രവാചകൻ അല്ലെങ്കിൽ ഏതൊരു പ്രവാചകനും ദൈവ അനുസരണത്തിലേക്ക് ജനത്തെ വിളിക്കുന്നവനാണ്. A prophet is the one who calls people to the Lord's obedience. ദൈവത്തെ അനുസരിക്കുവാൻ ജനത്തെ വിളിക്കുന്നവനാണ് പ്രവാചകൻ. ഇവിടെ അനുസരണത്തിലേക്ക് ജനത്തെ വിളിക്കുന്നവൻ തന്നെ അനുസരണക്കേടാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചിത്രമല്ലേ? We want our children to be obedient. We want our children to be generous. We want our children to be pious. But we don't do it ourselves. ഞാൻ എപ്പോഴും എൻ്റെ ചെറുപ്പക്കാരായ ആൾക്കാരോട് പറയാറുണ്ട്, more than telling your children about God, tell your God about your children. More than telling your children about your God, tell your God about your children. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം,
അനുസരണം പഠിക്കുന്നത് പറഞ്ഞല്ല, കാണിച്ചാണ്. പ്രാർത്ഥന പഠിപ്പിക്കുന്നത് പറഞ്ഞല്ല, മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കളുടെ ജീവിതത്തിൽ പ്രാർത്ഥന പ്രാധാന്യമുള്ളതാണ് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കും. നോമ്പും അനുഷ്ഠാനങ്ങളും ദേവാലയത്തിൽ പോകുന്നതും ദാനധർമ്മവും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും സഹോദര സ്നേഹവും അയൽക്കാരനെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ കരുതുന്നതും എല്ലാവർക്കും വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നതും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിക്കുന്നതും പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതുമല്ല. ദാനധർമ്മത്തിന്റെ ശീലം ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ വല്യമ്മച്ചിയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമാണ്. അവർ വളരെ സാധാരണക്കാരായിരുന്നു. വെറും സാധാ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇല്ലായ്മയിലും വഴിയെ പോകുന്നവർക്ക് ദാനധർമ്മം ചെയ്യുന്ന ഒരു അമ്മച്ചിയെ കണ്ടു വളർന്നവനാണ് ഞാൻ. പട്ടിണി കിടന്നാലും പോകുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, കൊടുത്ത ലോകത്തിൽ ആരും ദരിദ്രരായിട്ടില്ല. ഈ അവസരത്തിൽ ഇൻ ദിസ് ടൈം ഓഫ് കോവിഡ് വി ഹാവ് റിയലൈസ്ഡ് നമുക്കധികം വേണ്ട അല്ലെ, എങ്ങനെയും നമുക്ക് പരസ്പരം ഒന്ന് കണ്ടാൽ മതി എന്നുള്ളതാണ്. നമുക്ക് കാണാൻ അവസരം ഉണ്ടായിരുന്നപ്പോൾ വി നെവർ പെയ്ഡ് മച്ച് അറ്റൻഷൻ. ഇപ്പം കാണാൻ പറ്റാത്തപ്പം എല്ലാവരെയും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന്. പള്ളിയിൽ പോകുവാൻ അവസരം ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വി ടുക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ്. ഇപ്പം ഏതേലും ഒരു ഞായറാഴ്ചയെങ്കിലും ഒന്ന് പള്ളിയിൽ പോയാൽ മതി എന്നായിരുന്നു. നമുക്ക് അവസരം തരുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ്. നമുക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഭവനങ്ങൾ ദേവാലയമായി മാറുവാൻ കഴിയും. പരിശുദ്ധനായ സ്വർണ്ണനാവുകാരനായ മോർ ഇവാനിയോസ് പഠിപ്പിക്കുന്നു, ഹോംസ് ഷുഡ് ബിക്കം ദ ചർച്ച്. കാരണം ദേവാലയത്തിന്റെ പ്രാർത്ഥനകളുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുന്നതെല്ലാം ഭവനങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് here we see a prophet who was supposed to call the people to obedience, but he himself is disobedient. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരാണ്. We are all in leadership, അല്ലേ? ഇവിടെ എന്നെ കേൾക്കുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നമ്മളെല്ലാവരും ലീഡർഷിപ്പിലാണ്. ഞാൻ ലീഡർഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഒരു പദവിയല്ല. If you're a father, if you're a mother, if you're a grandfather, if you're a grandmother, if you're a brother, if you're a sister, if you're a child, if you're a friend, if you're a colleague, you are influential. സ്വാധീനം ചെലുത്തുവാൻ ഈ എല്ലാ ഉത്തരവാദിത്വത്തിനും സാധിക്കും. അവിടെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് വിളിക്കുവാൻ, എൻ്റെയും നിങ്ങളുടെ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് വിളിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം വ്യക്തമാകണം. മറ്റുള്ളവരെ അനുതാപത്തിലേക്ക് വിളിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകണം. പലപ്പോഴും ഞാൻ വൈദികരോട് പറയാറുണ്ട്, വൈദികരെല്ലാവരും ജനത്തോട് പറയും യു ഹാവ് ടു കൺഫെസ്. പക്ഷെ ഞാൻ പറയും priests should confess regularly. അത് ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ്. വർഷത്തിൽ ഒരിക്കലല്ല, അറ്റ്ലീസ്റ്റ് എവറി മന്ത്, അറ്റ്ലീസ്റ്റ് 5 times a year പുരോഹിതന്മാർ കുമ്പസാരിച്ചിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, പുരോഹിതന്മാർ ജനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എങ്ങനെയാണ്? പറഞ്ഞുകൊണ്ടല്ല, ജീവിതം കാണിച്ചുകൊണ്ടാണ്. നല്ല പുരോഹിതൻ ആര് എന്ന് ചോദിക്കുമ്പോൾ പലരും പലത് പറയും. നല്ല പാട്ട്, നല്ല പ്രസംഗം എന്നൊക്കെ ആയിരിക്കും നല്ല പുരോഹിതൻ. അതൊന്നും നല്ല പുരോഹിതന്റെ ലക്ഷണമൊന്നുമല്ല. നല്ല പുരോഹിതൻ ജനത്തെ പരിപോഷിപ്പിക്കുന്നവനാണ്. The one who nourishes his people. തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, തൻ്റെ വാക്കുകൊണ്ട് ജനത്തെ പരിപോഷിപ്പിക്കുന്നവനാണ് നല്ല പുരോഹിതൻ. One who heals his people. തൻ്റെ പ്രാർത്ഥന കൊണ്ട് ജനത്തെ സൗഖ്യമാക്കുന്നവനാണ് നല്ല പുരോഹിതൻ. പ്രിയമുള്ളവരെ, ഇന്ന് വൈദിക വൃന്ദവും ഒരു എന്റർടൈൻമെന്റ് ബിസിനസ്സായി മാറി. അത് അതപ്പതിച്ചു പോകുന്നു. അത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമാവണം. മാതാപിതാക്കളായിട്ട് കൊള്ളട്ടെ, ഗുരുക്കന്മാരായിക്കൊള്ളട്ടെ, ആത്മീയ പിതാക്കന്മാരായിക്കൊള്ളട്ടെ,
നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ള ജീവിതമായിരിക്കണം. നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾക്ക് മറ്റുള്ളവരോട് അനുസരിക്കണം എന്ന് പറയുവാൻ പറ്റുമോ? നമ്മൾ ദാനശീലമില്ലാത്തവരായാൽ നിങ്ങൾ ദാനശീലരാകണം എന്ന് പറയുവാൻ പറ്റുമോ? കരുണയുള്ളവരാകണം എന്ന് പറയുന്നു, പക്ഷെ നമ്മളിൽ തന്നെ കരുണയില്ല. ഇവിടെയാണ് യോനാ പ്രവാചകന്റെ ജീവിതം അല്ലെങ്കിൽ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പറയുന്നതിന് മുൻപ് പ്രവർത്തിക്കുക. പ്രവൃത്തി അത് മറ്റുള്ളവർ കണ്ട് ദൈവത്തിങ്കിലേക്ക് വരും. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, ഏറ്റവും അവസാനമായി ഞാനിത് പറഞ്ഞുകൊള്ളട്ടെ. 1-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം, പ്രധാനമായ സന്ദേശം, എല്ലാവരെയും എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കുന്നവനാണ് ദൈവം. God uses everyone, and God uses even bad opportunities to turn into something good. തെറ്റായി പോയ അവസരങ്ങളെയും നല്ലതിനായി ദൈവം ഉപയോഗിക്കുന്നു. അവിടെ നാം യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു. That God uses all and God uses everyone and every circumstance. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യോനാ പ്രവാചകന്റെ അനുസരണമാണ് നിനുവായെ വീണ്ടെടുക്കുന്നത്. പക്ഷേ യോനാ പ്രവാചകന്റെ അനുസരണക്കേടാണ് കപ്പലിലുള്ളവരെ വീണ്ടെടുക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, യോനാ പ്രവാചകന്റെ അനുസരണമാണ് നിനുവയിലെ ജനത്തെ രക്ഷിക്കുന്നത്. പക്ഷേ പ്രവാചകന്റെ അനുസരണക്കേട് കാരണമാണ് കപ്പലിലുള്ളവർ രക്ഷപ്പെടുവാനും കാരണമായത്. He was disobedient and he bought a ticket. He paid money of disobedience. എന്നിട്ട് കപ്പലിന്റെ താഴെ പോയി കിടന്നുറങ്ങി. കടൽ ശോഭിച്ചു. അവർ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ captain went downstairs and woke him up and said, "Get up, pray to your God." അങ്ങനെ അവർ മനസ്സിലായി, ഇവൻ അനുസരണക്കേടും ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നവനുമാകയാൽ അവിടെ അവർ പ്രാർത്ഥനയ്ക്കായി, അവരുടെ കപ്പൽ മുങ്ങുവാൻ പോകുന്നു, അവർ നാശത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അനുതപിച്ചു. യോനായെ ചീട്ടിട്ട് യോനായാണ് കാരണക്കാരൻ കടലിലേക്ക് എറിയുവാൻ തുടങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഞങ്ങളോട് ഈ മനുഷ്യന്റെ ജീവിതത്തിന് ചോദിക്കരുതേ, ഡു നോട്ട് ആസ്ക് us. അവിടെ അവർ അനുതപിക്കുന്നു. The disobedience of Jonah leads to the salvation of those on the ship. The obedience saves the Ninevites. ഇവിടെ നാം ഓർക്കണം, God is able to turn that evil situation or his disobedience into good. He was able to make use of the fact that in spite of running away, he uses that situation to save those in the ship. Devam, many a times Jonah thought he was running away from God, but God is telling him, no, you're not running away from me. I will send you. നീ എന്നിൽ നിന്ന് ഓടുകയാണെന്നാണ് നിന്റെ വിചാരം, പക്ഷേ I will use your disobedience to send you to those on the ship. Not as a prophet, ഒരു പ്രവാചകനായിട്ടോ പ്രസംഗകനായിട്ടോ ഒന്നുമല്ല, പക്ഷേ as a guilty person, as a sinner, and will cause a dilemma and trouble. നീ കാരണം മറ്റുള്ളവർക്ക് ഒരു കുഴപ്പമുണ്ടാകും, അത് മുഖാന്തരം ഞാൻ അവരെ രക്ഷിക്കും നിന്നിലൂടെ. That is what we see. God uses all circumstances. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം സന്ദർഭങ്ങളിൽ നമുക്ക് വീഴ്ച സംഭവിക്കുന്നു, നഷ്ടം സംഭവിക്കുന്നു, പോരായ്മകൾ സംഭവിക്കുന്നു. അവിടെയൊക്കെയും ദൈവമേ, കുറവുകൾ സംഭവിച്ചു, നീ ഇടപെട്ട് ഞങ്ങളെ നിന്റെ വഴിയിലേക്ക് തിരിക്കുക. പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പ്രഭാത നമസ്കാരത്തിൻ്റെ തിങ്കൾ പ്രഭാതത്തിൻ്റെ സെദ്രായിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അതിങ്ങനെയാണ്, അത് പ്രഭാത നമസ്കാരത്തിൻ്റെ സെദ്രായുടെ അവസാന ഭാഗമാണിത്. By your grace gather us, collect us,
and take us up in your arms and bring us to your sheepfold and guard us. Fill the little drop of oil in the quenched lamp and light again the lamp that became extinct by the lack of the oil of righteousness. നമ്മളിൽ എല്ലാവരിലും നീതിയുടെ എണ്ണ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ തിന്മ പ്രവർത്തികൾ കാരണം അതിൻ്റെ വെളിച്ചം കുറഞ്ഞു പോകുന്നു. ഇവിടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, കെട്ടുപോകുന്ന ഞങ്ങളിൽ കത്തിജ്വലിക്കേണ്ട നിന്റെ അഗ്നി, നിന്റെ പ്രകാശം, ഞങ്ങളുടെ തിന്മകൾ കാരണം അതിങ്ങനെ കെട്ട് ഇല്ലാതാകുകയാണ്. നിന്റെ അനുഗ്രഹത്തിൻ്റെ എണ്ണ അതിന്മേൽ ഒഴിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. നിന്റെ കരുണയാൽ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽക്കണമേ. നിന്റെ ആട്ടിൻ തൊഴുത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. നീതിയുടെ എണ്ണ ഞങ്ങളിൽ എന്നും കത്തു ജ്വലിക്കണമേ, കെട്ടുപോകരുതേ. ഈ 3 നോമ്പ് വലിയ നോമ്പിൻ്റെ ഒരുക്ക ശുശ്രൂഷയാണ്. നമുക്ക് ഈ 3 ദിവസം ഒരുങ്ങാം, ജീവിതത്തിനൊരു മാറ്റം വരുത്താം. ദൈവമേ, നിന്നിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. അത് മുഖാന്തരം ഒരു വ്യക്തിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിന്നിലേക്ക് തിരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. All glory and honor, praise and thanksgiving to the Father and to the Son and to the Holy Spirit, one true God, now and always, forever and ever. Amen.